ചെറിയൊരു യാത്രയായാലോ? വുഡ് യു ലൈക്ക് ടു ജോയിൻ മീ ഇൻ ദിസ് അമേസിംഗ് ജേർണി ടു ഫ്ലുവൻസി? ഈ യാത്രയിൽ നമുക്ക് കൂട്ടിനായി 3 ഹെൽപ്പിംഗ് ഹീറോസ് ഉണ്ട്. ഇവരാണ് ഡു, ബി ആൻഡ് ഹാവ്. ഡു എന്നാൽ ചെയ്യുക, ബി എന്നാൽ ആയിരിക്കുന്ന അവസ്ഥ, ഹാവ് എന്നാൽ പൊസഷൻ ഓർ പെർഫെക്ഷൻ. ആദ്യം നമുക്ക് ഡു എങ്ങനെ നമ്മെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് നോക്കാം. ഐ ഡു സുംബ എന്നാൽ ഞാൻ സുംബ ചെയ്യാറുണ്ട്. ഈ സെൻറ്റൻസിൽ ഒരു ചോദ്യം കണ്ടുപിടിക്കാമോ? വാട്ട് ഡു യു ഡു എന്ന സിമ്പിൾ ചോദ്യം. ഇവിടെ 2 ഡു വന്നിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് ഡു ഹെൽപ്പിംഗ് വേർബ്, സെക്കൻഡ് ഡു ആണ് മെയിൻ വേർബ്. ഇതാണ് ഡു എന്ന വേർഡിൻ്റെ മാജിക്. ഐക്ക് പകരം ഹി ആണെങ്കിലോ, ഹി ഡസ് സുംബ. വാട്ട് ഡസ് ഹി ഡു? ഡസ് ഹി ഡു സുംബ? യെസ് ഹി ഡസ്. അല്ലെങ്കിൽ നോ ഹി ഡസിൻ. ഭാഷ ഉണ്ടായിരിക്കുന്നത് ചെയ്യുക എന്ന ആക്ഷൻ വേർഡിനെ അടിസ്ഥാനമാക്കിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? ചിന്തകൾ വാക്കുകളാകുന്നു, വാക്കുകൾ ആക്ഷൻ, ആക്ഷൻ ഇൻറ്റു ഹാബിറ്റ്സ്, ഹാബിറ്റ്സ് ഇൻറ്റു ബിഹേവിയർ, ബിഹേവിയർ ഇൻറ്റു ക്യാരക്ടർ, ക്യാരക്ടർ ടു ഡെസ്റ്റിനി. യുവർ വേർഡ്സ് ഡു വണ്ടേഴ്സ്. പണ്ട് സ്കൂളിൽ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഡു ഡസ് എന്നത് എന്നും ഒരു കൺഫ്യൂഷനായിരുന്നു. ഐ, യു, ദേ, വി പ്ലൂരൽ, ഹി, ഷീ, ഇറ്റ് സിംഗുലർ. അതായത് ഞാൻ സ്കൂളിൽ പോകുന്നു, അവൻ സ്കൂളിൽ പോകുന്നോസ്, പോകുന്നു പോകുന്നോസ്, ചെയ്യുന്നു ചെയ്യുന്നോസ്. ഏകവചനങ്ങളുടെ കൂടെ ഇസ് സൗണ്ട് ചേർക്കുക. ഇതായിരുന്നു ആദ്യം പഠിച്ചിരുന്ന സൂത്രവിദ്യ. ഫ്ലുവൻസി എന്നത് ഒരു യാത്രയാണ്. ഐ പ്രോമിസ് ടു ഹെൽപ്പ് യു ടു റീച്ച് യുവർ ഫ്ലുവൻസി സക്സസ്ഫുള്ളി. ഇഫ് യു ലവ്ഡ് ദിസ് ഫാന്റാസ്റ്റിക് ജേർണി വിത്ത് മീ, please hit that like button and also subscribe for more wonders to explore. നമ്മുടെ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. Thank you for being with me.